ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയെ കുറിച്ച് ഉള്ള വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോൾക്ക് ചൊറിഞ്ഞു വന്നു. നമ്മുടെ കൃഷ്ണമോള് ബബിതയോട് നല്ല രണ്ട് വർത്താനം പറയുകയാണ് കേട്ടോ. ആദ്യം കാഴ്ച നന്നാക്കണം, കാഴ്ചയും കേൾവിയൊക്കെ നന്നായില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത ചോദിക്കുകയാണ്, നീ എന്തുദ്ദേശിച്ചിട്ടാടി നീ പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് മനസ്സിലായില്ല ചേച്ചിക്ക്, ഞാൻ വ്യക്തമായിട്ട് ഉദ്ദേശിച്ചത് ഇതൊരു രോഗമാണ്, രോഗം. ആ രോഗം മാറണമെങ്കിൽ ഡോക്ടറിനെ കണ്ട് ചികിത്സിച്ച് മാറ്റണമെന്ന് മനസ്സിലായോ? ഇനിയിപ്പം ഈ രോഗം ചിലപ്പം ഡോക്ടറെ കണ്ടാലും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോൾ അങ്ങ് പോയിട്ടോ. ബബിത ഇതൊക്കെ കേട്ടിട്ട് ചൊറിഞ്ഞു വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബബിതയ്ക്ക് നന്നായിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയന്തിനെയാണ്. കുറെ ദിവസമായില്ലേ നമ്മുടെ വൈജയന്തിയുടെ വിവരമൊക്കെ അറിഞ്ഞിട്ട്. അങ്ങനെ വൈജയന്തി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടന്ന് ഫോണൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ ബബിതനെ വിളിക്കുക. ആകെപ്പാടെ ഇപ്പൊ ഒരു ആശ്വാസത്തിന് വിളിക്കാൻ ഉള്ള ഒരു മോള് ബബിത മാത്രമേ ഉള്ളൂ. അങ്ങനെ ബബിത ഫോണൊക്കെ എടുത്തു കേട്ടോ. ഫോണ് എടുത്തിട്ട് ഹലോ അമ്മേ, എന്താ അമ്മേ? അത് പിന്നെ മോളെ, നീ വീട്ടിലുണ്ടോ അതോ കോളേജിലാണോ? കോളേജിൽ പോകാൻ തുടങ്ങിയില്ലമ്മേ, വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ കോളേജിലേക്ക്. അല്ല, അച്ഛൻ വീട്ടിലുണ്ടോ അതോ ഷോപ്പിൽ പോകാൻ തുടങ്ങിയോ? ഹേയ്, ഷോപ്പിൽ പോകാൻ ഒന്നും തുടങ്ങിയില്ല, ഷോപ്പെല്ലാം ഇപ്പോഴും അടച്ചിട്ടേക്കുക. നിങ്ങൾക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ടോ? അതിന് കുഴപ്പമൊന്നുമില്ല, ആഹാരമൊക്കെ അവള് വെച്ചുണ്ടാക്കി തരുന്നുണ്ട്. അല്ല, കമലയെടുത്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അലീനയ്ക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടല്ലോ. നന്നായി മോളെ. അല്ല, അമ്മ എന്നതാ കേട്ടത്? അതെ, അവള് ആ മറ്റേ പെണ്ണിനെ കാണാന് കോളനി പോയെന്നോ, അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ വളഞ്ഞെടുത്തിട്ട് അവളെ മെരിച്ചെന്നോ മണ്ണെണ്ണ ഒഴിച്ചു കുളിപ്പിച്ചെന്നോ, നേരാണോ ഈ കേട്ടത്? ഓ, ഒന്നും പറയണ്ട. ആ പെണ്ണിന്റെ മൂത്ത ആങ്ങളെ ചെറുക്കൻ തല വഴി മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇളയവന്റെ കയ്യിലായിരുന്നു തീപ്പെട്ടി. ആ മരം കൂടനെ എത്ര ഉരച്ചിട്ടും തീപ്പെട്ടി കമ്പ് കത്തിയില്ല. അതുകൊണ്ടാ അവളിപ്പം ജീവനോടെ ഇരിക്കുന്നത്. ഓ, ഇപ്പൊ ആരാ തീപ്പെട്ടിയൊക്കെ യൂസ് ചെയ്യുന്നത്? ഒരുത്തന്റെ കയ്യിൽ ലൈറ്റർ ഇല്ലായിരുന്നോ? ഓ, എന്നാ പറയാനാ, അവളുടെ ആയുസിന്റെ ബലം ഒരു ഓട്ടോറിക്ഷക്കാരൻ ഓടി വന്നേ അവളെ അങ്ങ് തടഞ്ഞ്. അവളെ അല്ല, സോറി, അവന്മാരെ അങ്ങ് തടഞ്ഞ്. നേരത്തെ എങ്ങാണ്ട് എന്തോ അവളെ പരിചയം ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. അല്ല, ഈ പാലയിലെ ഓട്ടോറിക്ഷക്കാരുമായിട്ട് അവക്ക് എന്താ ബന്ധം? ആർക്കറിയാം. അവളിടയ്ക്ക് പള്ളിയിലോ അതോ ഓഫനേജിലോ ഒക്കെ പോകുന്നുണ്ടല്ലോ. ചിലപ്പോ ഓട്ടോക്കാരന്മാരൊക്കെ ആയിട്ടായിരിക്കും കറക്കം. അല്ല, ആ ഓട്ടോക്കാരൻ എങ്ങനെ കറക്റ്റ് ആ സമയത്ത് അവിടെ എത്തി? ആ കോളനിയിൽ അങ്ങണ്ടാണെന്നേ ആ ഓട്ടോക്കാരന്റെ വീട്. അയാളാ അവളെ ഇവിടെ കൊണ്ട് താക്കിയത്. അല്ല, നിന്റെ അച്ഛനൊന്നും ചോദിച്ചില്ലേ എവിടെ പോയി എന്തിനു പോയി എന്നൊന്നും? ഇതൊന്നും ചോദിക്കാൻ അങ്ങേർക്ക് നാക്കില്ലായിരുന്നോ? ആ, അവള് വന്നതോടെ അച്ഛന്റെ അടുത്ത് എല്ലാം വിസ്തരിച്ചങ്ങ് പറഞ്ഞു. അല്ല, എന്നിട്ട് നിന്റെ അച്ഛൻ, കിഴങ്ങനച്ഛൻ ഒന്നും പറഞ്ഞില്ലേ? അച്ഛൻ കുറെ വഴക്ക് പറഞ്ഞു. ഓ, അവൾ എന്നാത്തിനാ അവിടെ പോയത്? ശരണ്യമോളെ ശുശ്രൂഷിക്കാൻ. ഒരുത്തി അവശ്യമായിട്ട് അവിടെ കിടപ്പുണ്ടല്ലോ. ഓ, അവളെ ആശ്വസിപ്പിക്കണം, ധൈര്യപ്പെടുത്തണം, എണീപ്പിച്ചിട്ട് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം. അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു. അതിനെങ്ങാണ്ടാണ് പോയത്. ഈ അലിയനിക്ക് ഇത് എന്നാത്തിന്റെ സൂക്കേടാ എന്റെ പൊന്നു മോളെ. ഓ, അവക്ക് നമ്മുടെ വീടാണോ വലുത് അതോ മറ്റേ പെണ്ണാണോ വലുത്? അവള് തന്നെ വലുത്. അവള് ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ പോയതല്ലേ. അവളുടെ മമ്മി അതല്ലേ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്, അനാഥരെയും പാവപ്പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിക്കണമെന്ന്. അപ്പം അത് ചെയ്യാൻ വേണ്ടി പോയതാ. കഴക്കൂട്ടത്തിലെ ഓഫനേജിലും അവൾ അത് തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നത്. എന്നിട്ട് എന്നാ പറ്റി? കണക്കിന് കിട്ടിയില്ലേ? മണ്ണെണ്ണ ഒഴുകുകയും തല്ലി ചതയ്ക്കുകയൊക്കെ ചെയ്തപ്പോ അവക്കൊരു അടക്കമൊക്കെ വന്നോ? എവിടെ നിന്ന് അടക്കം വരാനാ? അവൾ ഇന്നും പോയിരിക്കുവാ അങ്ങോട്ടേക്ക് തന്നെ. ആ കോളനിയിലേക്കോ? ആണെന്നേ, ഇന്നും അവൾ അങ്ങോട്ടേക്കാ പോയേക്കുന്നത്. അവക്ക് ഒരു പേടിയുമില്ല, അതാ അതിശയം. ഇവൾ എന്ത് കൂത്താ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലമ്മേ. അല്ല, ഇന്നലെ അത്രയൊക്കെ ചെയ്തില്ലേ? എന്നിട്ടും ആ വീട്ടിൽ കയറി ശരണ്യനെ കണ്ട് അവളെ ആശ്വസിപ്പിച്ചിട്ടാ അവള് തിരിച്ചു പോകുന്നത്. സമ്മതിക്കണ്ടേ? അല്ല, ഇന്ന് പിന്നെയും പോയത് എന്തിനാ മോളെ? പറഞ്ഞില്ലേ അമ്മേ, ആ പെണ്ണിനെ എല്ലാം ഫേസ് ചെയ്യാനുള്ള മനോധൈര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയിരിക്കുക. ഓ, എന്നിട്ട് വേണം ആ പെണ്ണ് കോടതി കയറി നിന്ന് ഹരിനെയും രോഹിത്തിനെയും കാണിച്ച് കൊടുത്ത് തെളിവ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഓ, പാമ്പിനെ ആണല്ലോ ഈശ്വര വീട്ടിൽ വളർത്തി പാല് കൊടുത്തോണ്ടിരിക്കുന്നത്. നിന്റെ അച്ഛൻ ഇതൊന്നും ചിന്തിക്കാനുള്ള ശേഷിയില്ല. പൊട്ടനാണോ അങ്ങേര്? കിഴങ്ങനാണോ അങ്ങേര്? ഓ, ഞാൻ ആരോട് പറയാനാ അമ്മേ? കൃഷ്ണയോട് പറഞ്ഞപ്പം അവളെന്നെ തിന്നാനായിട്ട് വരിക. നമ്മുടെ വീട്ടിലൊരു പ്രതി ഉള്ളപ്പം വാദിയായ ആ പെണ്ണ് നമുക്ക് എതിർകക്ഷിയല്ലേ, ശത്രുവല്ലേ? അതുപോലും ചിന്തിക്കാതെ ശത്രുവിനെ ആരെങ്കിലും സഹായിക്കുമോ? അമ്മ അച്ഛനോട് ചോദിക്കുക ഇതൊക്കെ ശരിയാണോന്ന്. സ്വന്തം മകൻ ജയിലിൽ കിടക്കുന്ന ഒന്നും ഇപ്പൊ മകൻ ജയിലിൽ കിടക്കുന്ന പ്രശ്നമല്ലല്ലോ.
അലീന ചെയ്യുന്നതാണല്ലോ എല്ലാം ശരി. അവളെ പൊക്കി പിടിച്ചോണ്ട് നടന്നാ മതിയില്ലോ ഇങ്ങേർക്ക്. ഛേ, എനിക്ക് കേട്ടിട്ട് തന്നെ അറയ്ക്കുന്നു. എനിക്ക് വെറഞ്ഞു വരും. ആ ഫോണ് വെച്ചോ, അല്ലെങ്കിലേ ഞാൻ വല്ലതും പറഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് നമ്മുടെ വൈജ കിടക്കുകയാണ്. ഓ, ഇനി എന്ത് ചെയ്യും നമ്മുടെ വൈജ? ഏതായാലും ബബിത ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് ഓർത്തോണ്ട് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വൈജ എന്തൊക്കെ വായിച്ചോണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു നേഴ്സ് കയറി അകത്ത് വന്നിട്ട്, അതേ മേഡത്തിന് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, കൊല്ലപ്പള്ളിന്ന് വരിക എന്നാ പറഞ്ഞത്. ആ, എന്നാ പിന്നെ കയറ്റിവിട്, വന്നോട്ടെ എന്ന് നമ്മുടെ വൈജ പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മുടെ നേഴ്സ് വെളിയിലേക്ക് ഇറങ്ങി പോയിട്ട് ചേച്ചി കയറി പോരെ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടോ. അപ്പോഴത്തേക്ക് ചേച്ചിയോ ഞാനോ എന്നൊരു ചോദ്യം. കമലയാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഇതിന്റെ ചേച്ചിയാവുന്നത്? എന്നെക്കാളും 10 വയസ്സ് കൂടുതലുണ്ടല്ലോ നിനക്ക്. എന്നെ ചേച്ചിന്ന് വിളിച്ചാലേ നിനക്ക് പ്രായം കുറയോ? ഇല്ല, അതാദ്യം മനസ്സിലാക്കാൻ നോക്ക് എന്നും പറഞ്ഞ നേഴ്സിനോട് 2 ചാട്ടം നമ്മുടെ കമല. ഏതായാലും കമല കയറി വന്നു. കമല കയറി വന്നിട്ട്, എടി നിന്നെ എല്ലാരും ചേച്ചി എന്നാണ് വിളിക്കുന്നത്. എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നവരെ ഞാൻ അപ്പൊ തന്നെ ആന്റി എന്ന് വിളിക്കും. അതോട് നിൽക്കും ചേച്ചി വിളി. ഓ, ചിലർക്ക് ഇതൊരു രസമാണ്, നമ്മളെ കളിയാക്കുന്നതാണെന്നേ. നമുക്ക് പ്രായമായി എന്നോർത്ത്. അല്ല, കമലടുത്ത് ഒറ്റയ്ക്കാണോ? ശിവേട്ടൻ ഉണ്ടായിരുന്നു, വക്കീലിനെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി, ഞാൻ വൈജാനെ ഒന്ന് കണ്ടിട്ട് വരാന്ന്. അല്ല, നിന്നെ കണ്ടിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വന്നത്. ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ആണ് വക്കീലിന്റെ ഓഫീസ്. കമലയിടത്തേക്ക് ഏതായാലും വരാൻ തോന്നിയില്ലോ, നന്നായി. ഞാനിവിടെ ഒറ്റയ്ക്ക് ആരും വരാതെ. അത് പിന്നെ വൈജ, ഞാനൊരു വിവരം പറയാൻ കൂടിയാ വന്നിരിക്കുന്നത്. അലീന ഉണ്ടല്ലോ, ഇന്നലെ അവളുടെ പുക കാണേണ്ടതായിരുന്നു. അവൾ അവിടെ എന്നാത്തിന് പോയത് എന്റെ കമലയിടത്തി? അതിന്റെ കാര്യം അവക്ക് ഉണ്ടായിരുന്നോ? അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നാത്തിന് പോയതാന്ന്. അല്ല, അവക്കവിടെ എന്നതേലും ബന്ധം കാണും. അതെ, അവക്ക് അവിടെ ഒരു ബന്ധമുണ്ട്. ഓട്ടോക്കാരൻ ഷാജിന്ന് അത്ര പേര്, അവനുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും. എന്തോ ഒരു കണക്ഷൻ ഉണ്ട് വൈജേ, ഇല്ലെങ്കിലേ പോവത്തില്ല. ദേ, അവള് വേറെ എടുക്കുന്ന പൈസ മുഴുവൻ ഇങ്ങനത്തെ ഓരോരുത്തന്മാര് മേടിച്ചോണ്ട് പോയി തിന്നല്ലേ. ആ ചെക്കൻ എവിടെന്നോ ഓടി വന്ന് ആ ചെറുക്കനെ കത്തിക്കാനുള്ള തീപ്പെട്ടി, ആ പെണ്ണിനെ കത്തിക്കാനുള്ള തീപ്പെട്ടിയും തട്ടിക്കളഞ്ഞിട്ട് രക്ഷപ്പെടുത്തിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന്. എന്നിട്ട് അവൾക്ക് അവൻ വേറെ ഡ്രസ്സ് ഒക്കെ കൊടുത്താ തിരിച്ചയച്ചത്. അപ്പൊ പിന്നെ ഡ്രസ്സ് കൊടുക്കണമെങ്കിൽ ആ മണ്ണെണ്ണ ഡ്രസ്സ് മാറ്റണ്ടേ. അവൻ മിക്കവാറും അവളെ കുളിപ്പിച്ചാ വേറെ ഡ്രസ്സ് കൊടുത്തത്. എന്നിട്ട് അവന്റെ ഓട്ടോയിൽ തന്നെ കടപ്പാട്ടൂര് കൊണ്ടാക്കി നെടുമ്പുരയ്ക്കല്. ഒരു ഓട്ടോക്കാരൻ അവളോട് അത്രയും ഫ്രീ ആയിട്ട് പെരുമാറണമെങ്കിൽ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കളക്ഷൻ ആണോ വൈജയ്? അല്ലല്ലോ, എന്തെങ്കിലും ഒന്ന് കാണും, അത് ഉറപ്പല്ലേ. അവനെ കാണാൻ പോയതാണോ കമലെ? അതായിരിക്കും. നാട്ടുകാർ പിടികൂടി പെരുമാറി കഴിഞ്ഞപ്പോഴത്തേക്കും കഥ മാറ്റിമറിച്ചതായിരിക്കും. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇനി അഥവാ മറ്റേ പെണ്ണിനെ കാണാൻ പോയതാണെന്ന് ഇരിക്കട്ടെ, എന്തിനായിരിക്കും കാണാൻ പോയത്? അവളുമായിട്ടുള്ള ബന്ധം എന്നതാ? അവൾ അലീനയുടെ ആരാ? ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല വൈജയെ. ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ടും ബാലേന്ദ്രൻ അവളെ വീട്ടിൽ കയറ്റിയതില്ല എനിക്ക് അതിശയം. ഓ, പുന്നാര മകളല്ലേ എന്റെ കമലെ, ഉപേക്ഷിക്കാൻ പറ്റുമോ? ബബിത ഇങ്ങനെ ചെയ്തെങ്കിൽ ക്ഷമിക്കുമോ ബാലൻ? ഒരിക്കലും ബാലൻ ക്ഷമിക്കത്തില്ല. എന്നതാണെങ്കിലും സമ്മതിക്കുന്നു വൈജ, സമ്മതിക്കുന്നു. അല്ല, കമലയിടത്തേക്ക് ചായയോ സ്നാക്സോ വല്ലതും വേണോ? അതിവിടെ കിട്ടുമോ? ഒരു ഫോൺ കോള് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്നാക്സും ചായയും വരുന്നേ, നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് വരുത്തിക്കാം. ഓ, എന്നാ പിന്നെ ഒരു കോഫി പറ. ശിവേട്ട വരുന്നത് വരെ ഞാനിവിടെ ഇനിയിപ്പം ബോറടിച്ച് നിൽക്കണ്ടേ, ഏതായാലും വിളിക്കുക എന്ന് പറഞ്ഞ് ഏതായാലും നമ്മുടെ വൈജ ചായയും കോഫിയൊക്കെ വരുത്തിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനയാണ് കേട്ടോ. അപ്പൊ അലീന നേരെ ആ കോളനിയിലേക്ക് നമ്മുടെ ശരണ്യനെ കാണാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പൊ അലീന പോയതും ഒരു വഴിപോക്കുകാരൻ കണ്ടു കേട്ടോ. അപ്പൊ അവിടെ നിന്നൊരു വഴിപോക്കുകാരൻ, ഒരു ഓട്ടോക്കാരനാണ്, എന്തോ ഒരു കാക്കിയിട്ട ഒരു പുള്ളിക്കാരനാണ് കണ്ടു. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, നേരെ ഓരോരുത്തരെ ആയിട്ട് വിളിച്ചറിയിക്കുകയാണ്, കാരണം കോളനിയിലേക്ക് കയറിയിട്ടുണ്ട് എന്ന്. അപ്പോഴത്തേക്കും എല്ലാവരും നമ്മുടെ അലീനയെ തന്നെ ഇങ്ങനെ നോക്കാട്ടോ. ഒരു കോളനി ആയതുകൊണ്ട് തന്നെ വരുമ്പോ എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. അപ്പൊ അലീനയെ തന്നെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചേട്ടൻ വന്നിട്ട്, അവിടെ നിന്നെ, നീ ഇന്നലെ വന്നിട്ട് പോയതല്ലേ, ഇന്നും വന്നേക്കാണോ? നീ ഇന്ന് എന്നാത്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല ചേട്ടാ, എനിക്ക് ശരണ്യെ കാണണം. അവളെ എന്നാത്തിനാ കാണുന്നത്? എനിക്ക് ധൈര്യം കൊടുക്കണം അവക്ക്. അതിന് നിനക്ക് എന്താടി കാര്യം? അത് പിന്നെ അവളെ എന്റെ അനിയത്തിയാ. അനിയത്തിയോ എന്നിങ്ങനെ. അപ്പോഴത്തേക്കും പതിയെ നമ്മുടെ അലീന അങ്ങ് നടന്നുപോയി. ഏത് അനിയത്തി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുവോ. ചിലപ്പോ ഇനിയിപ്പോ നാട്ടുകാർ അപവാദം വരെ പറഞ്ഞുണ്ടാക്കും കേട്ടോ. നാട്ടുകാർ അങ്ങനെയാണല്ലോ. ഇനിയിപ്പോ നമ്മുടെ ശരണ്യയുടെ അച്ഛൻ അവിഹിതത്തിലുണ്ടായ മകളാണ് നമ്മുടെ ഈ അലീന എന്ന് വരെ പറഞ്ഞുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ജനങ്ങളുടെ വാ ഒരിക്കലും മൂടിക്കെട്ടാൻ പറ്റത്തില്ല. 1000 കോടത്തിന്റെ വാ മൂടിക്കെട്ടിയാലും ഒരിക്കലും ജനങ്ങളുടെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ കോളനിക്കാർ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അലീന നേരെ ഒരു കൂസലും ഇല്ലാതെ കയറി പോവുകയാണ്.
ശരണ്യയുടെ വീട്ടിലേക്ക്. അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശരണ്യയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ ശരണ്യയുടെ അമ്മ നമ്മുടെ അലീനയെ കണ്ടതും ഇറങ്ങി പതുക്കെ വന്നു. സോറി, ശരണ്യയുടെ അമ്മയല്ല കേട്ടോ, മാറിപ്പോയി, നമ്മുടെ ഷാജിയുടെ അമ്മയാട്ടോ. ഷാജിയുടെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് കേട്ടോ. അപ്പൊ ഷാജിയുടെ അമ്മ പതുക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ. മറന്നുപോയി പെട്ടെന്ന്, നമ്മുടെ ശരണ്യയുടെ അമ്മയാന്ന് തോന്നിപ്പോയി. അപ്പൊ അങ്ങനെ അലീന തിരിച്ചു വന്നിട്ട്, അതെ മോളെന്തേ രാവിലെ ജോലിയെല്ലാം തീർത്തോ? ചോറ് വെച്ചു, കറിയൊന്നും ആയില്ല. അല്ല ഷാജി ഏട്ടനോ? ഷാജി രാവിലെ ഓട്ടം പോയതാ, ഇതുവരെ വന്നില്ലെന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ ഷാജിയുടെ പെങ്ങള് വന്നു. അപ്പൊ കയ്യിലുണ്ടായിരുന്ന ചുരിദാറ് അങ്ങ് കൊടുക്കാണ്. ദേ പിടിച്ചോ, എനിക്ക് ഇടാൻ തന്ന ചുരിദാറ് അലക്കി തേച്ച് മടക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇത് കിട്ടിയില്ലെങ്കിലേ ഞാന് തുണി എടുക്കാതെ നടക്കേണ്ടി വന്നേനല്ലോ. അല്ല ഇതെന്താ വേറൊരു ചുരിദാർ എക്സ്ട്രാ ഇരിക്കുന്നത്? അതെ, വേറൊരു ചുരിദാറാ. അയ്യോ, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോഴത്തേക്ക് ആ പെങ്കൊച്ചത് പെട്ടെന്ന് ഇങ്ങനെ പിരുത്ത് നോക്കുകയാണ്, തുണിയൊക്കെ ഇങ്ങനെ അഴിച്ചു നോക്കുകയാണ്. അയ്യോ, ഇത് പുതിയ ചുരിദാറല്ലേ? അയ്യോ, ഇതെന്തിനാ എനിക്ക്? അയ്യോ, കഷ്ടമുണ്ട് കേട്ടോ. അതെ, ഇതൊരു കോലം ഉണ്ടാക്കി അതിന് ഇടിച്ചോ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി. അത് വാങ്ങിക്കൊണ്ട് പോയി ചുരിദാർ തന്നല്ലോ, പിന്നെ എന്തിനാ എക്സ്ട്രാ ഒരെണ്ണം മേടിച്ചത്? അതെ, ഇത് ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കാനാ, എനിക്കിങ്ങനെ ചിലപ്പോ ആവശ്യം വന്നെങ്കിലോ. എന്റെ പൊന്നു മോളെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഇന്നലെ വയറ്റിനകത്ത് കത്തിയിട്ട് ഇപ്പോഴും കെട്ടിട്ടില്ല എന്നതാ നമ്മുടെ ഷാജിയുടെ അമ്മ പറയാം. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ ഞാൻ ശരണ്യയുടെ അടുത്ത് പോയിട്ട് വരാം. ഇനിയും പോണോ അവിടെ? അവളെ എണീപ്പിച്ച് നടത്തണ്ടേ, പഴയ പോലെ അവളെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അല്ല അവരെ മോളോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് ആർക്കറിയാം? അവരെല്ലാവരും നല്ല മനുഷ്യരാ. പെട്ടെന്നൊരു കോപം കൊണ്ട് ചെയ്യുന്ന കാര്യം വെച്ച് നമ്മൾ അളക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ ആരെയും അളന്നു ശരിയാവില്ല. അല്ല പോയിട്ട് ഇങ്ങോട്ടേക്ക് വരുവോ? പിന്നെ പോയിട്ട് വരും. എനിക്ക് ചോറ് ഇവിടെയല്ലേ, വരണം, പറ്റിക്കല്ലേ. വരുന്നേ, ഞാൻ തീർച്ചയായിട്ടും വരും. ചോറുണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. എന്നാ പിന്നെ ഞാനേ ശരണ്യയുടെ അടുത്ത് അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഷാജിയുടെ അമ്മ പെങ്ങളോട് പറയാ, സമ്മതിക്കണം ആ പെങ്കൊച്ചിനെ എന്ന് കേട്ടോ. അതിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ശരണ്യയുടെ അച്ഛനെയാണ്. ശരണ്യയുടെ അച്ഛൻ ഒരു ചായയൊക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക, പത്രമൊക്കെ വായിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കാണ് നമ്മുടെ അലീന കയറി വരുന്നത്. ഓമനക്കുട്ടൻ അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ശരണ്യയുടെ പെങ്ങള്. അപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ ശരണ്യനെ കാണാൻ വന്നതാ. അപ്പൊ ഓമനക്കുട്ടൻ ചോദിച്ചു, എന്തിനാ കാണുന്നത്? അത് പിന്നെ അവളെ ധൈര്യപ്പെടുത്താന്, ആശ്വസിപ്പിക്കാന്, അതിനുവേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഓ അവരറിഞ്ഞോണ്ടല്ലേ നീ വന്നത്? അവരുടെ ആളല്ലേ നീ? ഒരിക്കലും അല്ല, ഞാൻ ശരണ്യയുടെ ആളാ. ഞാൻ ഇവിടെ വരുന്നത് അവർക്കാർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പോകരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും ഞാൻ വരും. അതെ, നീ ഇവിടെ വരുന്നത് ഞങ്ങൾക്കും ഇഷ്ടമല്ല, അത് മനസ്സിലായി, ഇഷ്ടമല്ലെന്ന്. എന്നാലും ഞാൻ ശരണ്യക്ക് വേണ്ടിയാ വരുന്നത്, വേറെ ആർക്കും വേണ്ടിയല്ല. അവളെ മാത്രമേ ഞാൻ പരിഗണിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഓമനക്കുട്ട, നീയേ അവളെ തടയണ്ട, കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് അലീന പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ച ആളല്ലേ, ഞാൻ നിങ്ങൾക്കെതിരെ പരാതിപ്പെട്ടോ? ഇല്ലല്ലോ. എനിക്ക് പിന്നെ പരാതിപ്പെടത്തില്ലായിരുന്നോ? ഞാന് പരാതി ഇല്ലെന്നാ പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് ആരോട് പരിഭവമോ പരാതിയോ ഒന്നുമില്ല, പിന്നെ നിങ്ങളോട് ദേഷ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പരാതി കൊടുക്കാതിരുന്നത്. പോലീസ് ആവുന്ന തരത്തില് എന്നെ നിർബന്ധിച്ചതാ. എന്നിട്ടും അതിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ പരാതി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളിപ്പം ജയിലിൽ കയറേണ്ടി വന്നേനെ. നിങ്ങൾ ജയിലിൽ പോകത്തില്ലായിരുന്നോ? ഞാൻ അത് ചെയ്തോ? ഇല്ലല്ലോ. അത് അല്ല മോനെ എന്റെ വഴി. ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഓമനക്കൂട്ടനോട് ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിന്നേ ഓമനക്കൂട്ട, അത് ഉപദ്രവിക്കാൻ വന്ന ഒന്നും അല്ല ആരെയും, അത് കേറി കൊച്ചിനെ ഒന്ന് കാണട്ടെ എന്ന്. അങ്ങനെ നമ്മുടെ ശരണ്യയുടെ അമ്മ, നീ വാ കൊച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോവുകയാണ് അകത്തേക്ക്. അപ്പൊ ഓമനക്കുട്ടൻ അച്ഛനോട് പറയാ, ആവശ്യമില്ലാത്തവരെ എന്തിനാ ഇങ്ങനെ അടുപ്പിക്കുന്നത്? മുമ്പ് കണ്ടിട്ടില്ല, ഒരു പരിചയം ഇല്ല. അത് മാത്രമല്ല, ശരണ്യെ ഉപദ്രവിച്ച ഒരു പ്രതിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പെണ്ണ്, അത് പിന്നെ നമുക്ക് നോക്കാം എന്താണെന്നൊക്കെ. നീ സമാധാനമായിട്ടിരിക്കും ഓമനക്കുട്ട എന്ന് അച്ഛൻ പറയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അലീന ശരണ്യനെ കാണാനായിട്ട് അകത്ത് കയറുക. അകത്ത് കയറുമ്പോ തന്നെ വെളിച്ചം വരുമ്പോ നമ്മുടെ ശരണ്യ വേണ്ട വേണ്ട, ആരാന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ കരയുക. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ചെന്നിങ്ങനെ തൊടുകയാണ് കേട്ടോ നമ്മുടെ ശരണ്യനെ. എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടല്ലേ മോളെ പോയത്, ഇന്ന് വരുന്ന്. എന്നിട്ടും മോള് പേടിക്കുകയാണ്. അപ്പോഴത്തേക്ക് പതുക്കെ നമ്മുടെ ശരണ്യ കൈ എടുത്തു കേട്ടോ. കൈ എടുത്തിട്ട് നമ്മുടെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക. നല്ല ചിരിക്കുന്ന നല്ലൊരു മുഖം, ആർക്ക് കണ്ടാലും പെട്ടെന്നൊരു എന്താ പറയാ, ഒരു ഇഷ്ടം തോന്നും. അങ്ങനെ നമ്മുടെ അലീന ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ഇന്നലെ വന്നായിരുന്നു. ആരാ പറ? അത് പിന്നെ അലീനയല്ലേ, അലീന. അപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യക്ക് ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ നിനക്ക് മനസ്സിലായല്ലോ ഞാനാണെന്ന്. മോൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, വിഷമിക്കുന്നത്? അലീന ചേച്ചി മോളെ കാണാൻ വന്നതല്ലേ, മോളോട് സംസാരിക്കാൻ വന്നതല്ലേ. നല്ല ചൂടുണ്ടല്ലോ, പനിക്കുന്നുണ്ടോ മോക്ക്?
ദേ ഇങ്ങനെ കിടക്കാതെ എണീറ്റ്, ഇങ്ങനെ മൂടി പൊതച്ച് കിടന്നു കഴിഞ്ഞാൽ ആ പനിക്കുന്നത്. പെട്ടെന്ന് എണീറ്റ്, ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് ഒന്നും വേണ്ട. വേണമെന്നേ, എണീറ്റ്, എണീറ്റൊക്കെയാണെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ഇങ്ങനെ നമ്മുടെ ശരണ്യനെ ഇങ്ങനെ എണീപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതിന്റെ മുഖം കാണണം, നിന്നെ കെട്ടിപ്പിടിക്കണം, കുറേ വർത്താനം പറയണം. എടാ എണീക്കടാ, വന്നേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ഒരു രീതിയിൽ, ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ അലീന ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന പറഞ്ഞു, ഇന്നലത്തെക്കാളും മിടുക്കിയായിട്ടോ. അതെ, സുന്ദരിയാ എന്റെ ശരണിക്കുട്ടി. എടാ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടുണ്ടോ? തലമുടിയൊക്കെ കെട്ടി വെക്കണ്ടേടാ എന്നൊക്കെ പറഞ്ഞ് തലമുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി കൊടുക്കുക. മോളെ, ഇതുകൊണ്ടൊന്നും നിന്നെ തളർത്താൻ പറ്റില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മളെ ജീവിതം തകർന്നു പോയി എന്ന് നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവർക്കും അങ്ങനെ തോന്നത്തില്ലേ? അയ്യോ, ആ കൊച്ചിന്റെ കിടപ്പ് കണ്ടോ, അതിന്റെ ജീവിതം തൊലഞ്ഞു പോയല്ലോ, കഷ്ടമായി പോയല്ലോ എന്ന് നിന്നെ കാണുന്ന ആളുകളൊക്കെ പറയണമെന്നാണ് നീ പറയുന്നത്? അവരുടെ സഹതാപമാണോ നിനക്ക് വേണ്ടത്? അല്ലല്ലോ. ധൈര്യം, നമുക്ക് ധൈര്യ വേണ്ടത്. നമ്മുടെ ധൈര്യം കാരണം മറ്റുള്ളവർക്ക് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നണം. മറ്റുള്ളവർ അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്കൊരു ആശ്വാസമൊക്കെ തോന്നും. ശരിയാണല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ, ഞാൻ പാവമാണല്ലോ, എന്റെ അവസ്ഥയും എന്റെ സങ്കടവും അവർ മനസ്സിലാക്കിയില്ലോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അവരൊക്കെ അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു ഗുണവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ധൈര്യമല്ലേ വേണ്ടത്. എണീറ്റ് നിൽക്കാനുള്ള ധൈര്യവും, നമുക്ക് എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യവും, മുന്നോട്ട് നടക്കാനുള്ള ധൈര്യവും, മനസ്സും, ആളുകളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യവും ഒക്കെ നമുക്ക് വേണം. അതുകൊണ്ട് ഇങ്ങനെ കിടന്നാൽ അത് കിട്ടത്തില്ലല്ലോ. അത് പിന്നെ അലീന ചേച്ചി, ഞാൻ നശിച്ചു പോയില്ലേ, ഞാൻ നശിച്ചു പോയില്ലേ എന്നാ കൊച്ചിങ്ങനെ എടുത്തെടുത്ത് പറയാ. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ആര് നശിച്ചു? ആര് നശിച്ചിട്ടില്ല? നിന്നെ ദ്രോഹിച്ചവന്മാരല്ലേ, അവന്മാരല്ലേ നശിച്ചത്. അവന്മാരല്ലേ ഇപ്പം ജയിലിൽ കിടക്കുന്നത്. എന്റെ ശരണമൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിനക്ക് നാളെ റോഡിലിറങ്ങി നടക്കാം, സ്കൂളിൽ പോയി പഠിക്കാം, കോളേജിലോ പ്രൊഫഷണൽ കോഴ്സുകൾക്കോ പോയി പഠിക്കാം. പക്ഷെ അവന്മാർക്ക് പഠിക്കാൻ പറ്റുമോ? അവന്മാർക്കൊരു ജോലി കിട്ടുമോ? അവന്മാർക്കൊരു ഭാവി ഉണ്ടോ? അവന്മാര് നിന്നെ ദ്രോഹിച്ചവരാ. അവരപ്പോഴും ജയിലിലായിരിക്കും. ആരുടെ ജീവിതമാണ് നശിച്ചത്? മോളുടെ ജീവിതമാണോ? അല്ല. അത് പിന്നെ എനിക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ വയ്യ ചേച്ചി. എല്ലാവരും എല്ലാവരും എന്നെ എങ്ങനെയാ കാണുന്നത്? എന്തുകൊണ്ടാ മോള് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാത്തത്? ഇത് നിന്റെ തെറ്റുകൊണ്ടല്ല സംഭവിച്ചത്. നിന്നെ സംരക്ഷിക്കേണ്ടത് വേണ്ടതുപോലെ ചെയ്തില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഈ ദേശത്തെ ഓരോ പെൺകുട്ടിയും ഇങ്ങനെയൊക്കെ തന്നെയാ. ഈ പ്രായത്തില് ഓരോ പെൺകുട്ടികൾക്കും ഇഷ്ടമൊക്കെ തോന്നും മറ്റുള്ളവരോട്. അത് അവരെല്ലാവരും സംരക്ഷിച്ച് നിർത്തേണ്ടത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ സംരക്ഷിച്ച് നിർത്തണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മോളുടെ തെറ്റല്ല. അല്ല, ഞാൻ അങ്ങനെ പോയിട്ടല്ലേ ചേച്ചി എനിക്ക് ഇങ്ങനെ വന്നത്. ഇത് കേട്ടതും നമ്മുടെ അലീന പറഞ്ഞു, പെൺകുട്ടികളൊക്കെ അങ്ങനെയാണെന്നേ. ആൺകുട്ടികളെ സ്നേഹിക്കും. ആ പ്രായമല്ലേ നിനക്ക്, ഞാൻ പറഞ്ഞില്ലേ മോളെ. അവരെ വിശ്വസിക്കും. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാക്കിൽ വീഴും. അവൻ ചതിക്കുമെന്ന് കരുതിയിട്ടാണോ നീ പോയത്? ഒരിക്കലും അല്ലല്ലോ. അവന് നിനക്ക് ഇഷ്ടണ്ടായിട്ടല്ലേ നീ പോയത് എന്നൊക്കെ പറയൂ കേട്ടോ. ഏതായാലും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ശരണ്യക്ക് കേട്ടോ. അപ്പൊ ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത്.